ഇന്ന് നമുക്ക് കുറച്ച് മത്ത ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്താലോ. അപ്പോൾ അതിനായി ഞാൻ 2 ടീസ്പൂൺ അളവ് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. 8-9 വെളുത്തുള്ളിയും 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമല്ലി ഉള്ളവർ അത് ആഡ് ചെയ്താലും മതിയേ. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് 1 സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ 10 ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ചെറിയുള്ളി ചെറുതായി അരിയൊന്നും വേണ്ട, ഇത് മാത്രം നമ്മൾ കളഞ്ഞെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നു കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാണേ. അപ്പോൾ മത്തി ഇനി വാങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്ത് നോക്കുക, നല്ല രുചിയാട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഈ ഒരു നിറത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചത് എടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് ആവശ്യമായ പുളിയും കൂടെ ഇട്ട് കൊടുത്ത് 1 സ്പൂൺ അളവിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനെല്ലാം അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ കുരുമുളക് ഇട്ട് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഫ്ലേവർ കിട്ടത്തില്ല കേട്ടോ. അധികം വെള്ളമായി പോയാൽ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുക്കാവേ മുകളിൽ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കറി ഏകദേശം സെറ്റ് ആവുമേ. മൂടി വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ചട്ടിയിലായതുകൊണ്ട് തന്നെ തിളച്ച് കുറച്ചുകൂടെ വറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇനി വാങ്ങുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.